ഹായ്. അപ്പോൾ നമ്മളെ സ്റ്റുഡൻസൊക്കെ നാട്ടിൽ നിന്ന് വന്നു, അവർ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 9:25 രാത്രി. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എന്താണ് ഉൾക്കൊള്ളിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, കൈറോ യൂണിവേഴ്സിറ്റിയിൽ, ഐൻ ഷംസ് യൂണിവേഴ്സിറ്റിയിൽ, അതുപോലെ കൈറോനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റികളൊക്കെ പഠിക്കാൻ വരുമ്പോൾ കൈറോ അല്ലെങ്കിൽ ഈജിപ്തിലെ ക്യാപിറ്റൽ സിറ്റിയായ കൈറോയിലെ നൈറ്റ് ലൈഫ് എങ്ങനെയാണ്, എന്താണ് കൈറോയിൽ നിങ്ങൾ പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നൈൽ നദിയിലൂടെ ഏകദേശം നമ്മൾ 1 അവർ പോകാൻ വേണ്ടിയിട്ട് ഈ ബോട്ട് നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ട്. അപ്പം നൈൽ നദിക്ക് ചുറ്റുമാണ് കൈറോ എന്ന് പറഞ്ഞ നഗരമുള്ളത്. അപ്പം ഈ ഒരു ബോട്ടിലൂടെ നമുക്ക് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കൈറോ നഗരത്തിൽ കാണാനുള്ളത് എന്ന് വളരെ ഭംഗിയോടുകൂടി, ഈ രാത്രിക്ക് ഒരു ഭംഗിയുണ്ട്, പ്രത്യേകമായൊരു ഭംഗി, ലൈറ്റൊക്കെ ഇട്ട് കളർഫുള്ളായ ഒരു കൈറോ നഗരം നമുക്ക് കാണാം. ആക്ച്വലി ഈ ബോട്ടിൽ നമ്മൾ 2 ആൾക്കാർ മാത്രമുള്ളത്, പക്ഷേ വേറെ കുറേ ബോട്ടുണ്ട്. അതിലൊക്കെ കുറേ ആളുകൾ ദഫ്മുട്ടും ഒരുപാട് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള പരിപാടികളുണ്ട്. നമ്മളെന്തായാലും നമ്മുടെ സ്റ്റുഡൻസിനെയും കൊണ്ടൊരു ദിവസം എന്തായാലും ഈ ബോട്ട് സഫാരി നമ്മൾ ചെയ്യിപ്പിക്കും. ഇതിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ നൈറ്റ് ലൈഫ് കാണിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യാം. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഈ ബോട്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് നോക്കൂ, വലിയ വലിയ കെട്ടിടങ്ങൾ, ഹോട്ടൽസ്, ഇൻ്റർനാഷണലി ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡ് ആയിട്ടുള്ള ഹോട്ടലുകൾ, കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ കൈറോ യൂണിവേഴ്സിറ്റിൻ്റെ അടുത്തൂടെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. ഈ നൈൽ നദിയിലൂടെ നമുക്ക് കൈറോ യൂണിവേഴ്സിറ്റി, കസറുല്ലൈനി എന്നാണ് മെഡിക്കൽ കോളേജിനെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ബോട്ടിൽ സഞ്ചരിക്കും. ആക്ച്വലി നൈൽ നദിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഒരു ഈജിപ്തിൻ്റെ ചരിത്രം പറയാണ്ട് നമുക്ക് പോകാൻ കഴിയില്ല. കാരണം ഈജിപ്തിലെ കൈറോ എന്ന് പറഞ്ഞ ഈ നഗരം ഉണ്ടായതിൽ, അതുപോലെ തന്നെ ഈജിപ്തിലെ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട ഒരു നദിയാണ് നൈൽ റിവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റും ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളും പണ്ട് ഇവിടുത്തെ ആളുകൾ ഉണ്ടാക്കി, അങ്ങനെ വലുതായി ഇപ്പം വലിയ വലിയ കെട്ടിടങ്ങൾ വന്ന് ഈജിപ്തിലെ ഏറ്റവും വലിയ ഒരു നഗരമായി മാറിയതാണ് കൈറോ സിറ്റി എന്ന് പറയുന്നത്. അപ്പം അതിൽ നൈൽ നദിക്ക് ഒരു എന്താ പറയുക, കൃത്യമായൊരു പങ്കുണ്ട് ഈ ഒരു നഗരം സൃഷ്ടിച്ചെടുത്തതിൽ. ഈജിപ്തിൽ MBBS പഠിക്കാൻ പറയുന്നത് നമുക്ക് പല സ്റ്റുഡൻസും ചോദിക്കുന്നതാണ്. അതായത് അവരുടെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ കുറേ മരുഭൂമിയും കാരക്കമരം, ഒട്ടകം, ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമാണ് ഈജിപ്ത് എന്നുള്ളൊരു കൺസെപ്റ്റ് പൊതുവെ ആൾക്കാർക്കുണ്ട്. ഈജിപ്ത് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു രാജ്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഈജിപ്തിൽ വന്ന് വളരെ ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷന്, അതും വേൾഡ് റാങ്കിങ്ങിൽ, QS റാങ്കിങ്ങിൽ 1000-ന് താഴത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ നല്ല കുറഞ്ഞ ഫീസോടുകൂടി നല്ല ഫെസിലിറ്റിയിൽ ലോക നിലവാരത്തിൽ നിങ്ങൾക്ക് MBBS പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് കൺട്രിയാണ് ഈജിപ്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ അനുയോജ്യമായ ഒരു കൾച്ചറും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറുമാണ് ഈജിപ്തിൽ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നൈൽ റിവറിന് നമ്മളൊരു യാത്രയൊക്കെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അടിപൊളി ഫുഡ്, ഒരു ഗ്രില്ല് കഴിക്കാൻ പോകണേ. ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ട്രൈ ചെയ്തതാണ്, അടിപൊളി ഫുഡാണ്. വാ, എങ്ങനെയുണ്ട് നോക്കാം.
Yeah, Mumbai. India, You India, will- India. I am from India. India, yeah, Mumbai or yeah. Calcutta. Actually, the country name is India. Mumbai is a place. Yeah. Yeah. But as the chef, Yeah. working with my colleague in Calcutta. Calcutta. Okay. Yassin Ansari from Calcutta. We have in Shahin Shah Okay. food, Shahin Shah food. Okay. Actually, I am from Kerala. Very nice country. Okay. And you are great job. Thank you. Thank you. Thank you. Nice to meet you. Yeah, I already tried once. Before I came here, I tried 2 You have times. business cards? If you have, No, I don't have. I will give my number after I'll go. Okay. Okay. Thank you. Nice to meet you. Bye bye. Nice meet. മൂപ്പര് പറഞ്ഞത് എന്താ വെച്ചാല് മൂപ്പര് എന്താ പറയാ കൊൽക്കത്തയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഷെഫായിട്ട്. പക്ഷെ ഇവിടുന്ന് 2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. അടിപൊളി ഗ്രില്ലാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഗ്രില്ലൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഇവിടെ വന്നതാണ്. We have here restaurant Azma Do Square. Okay, we have veal chops, lamb chops. Okay, we cooked in a charcoal. Okay, is lamb. It is lamb pure. Yeah, like this lamb use. Yeah, it's very nice meat, fresh lamb meat, cutting and marinated, then cook here. Okay. All popular Egyptian people like all meat in a charcoal. അങ്ങനെ നമ്മൾ ഗ്രില്ലൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഗ്രില്ലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഗ്രില്ലിൻ്റെ കൂടെ കഴിക്കാനുള്ള സാലഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം തന്നെ സെർവ് ചെയ്തു. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളതൊക്കെ ടേസ്റ്റ് ചെയ്തു, കാരണം കുറച്ച് സമയം എടുക്കുമല്ലോ ഗ്രില്ലായതുകൊണ്ട്. നമ്മളതൊക്കെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തന്നെ ഗ്രില്ല് വന്നു. നമ്മൾ മട്ടനും ചിക്കനും അതുപോലെ തന്നെ ബീഫിൻ്റെയൊക്കെ ഗ്രില്ലാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. മട്ടൻ, ഇത് ലാമ്പിലെ ചാപ്സാണ് വാരിയല്. ഇത് ഞാൻ എടുത്തിട്ട് അടിപൊളി ബ്രെഡുണ്ട്, ഈജിപ്ഷ്യൻ ബ്രെഡ്. ഇത് തഹീനാണ്, സാലഡ്സൊക്കെ ഉണ്ട്. ഈ ഷെഫ് ഇന്ത്യയിൽ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇന്ത്യക്കാരോട് കുറച്ച് സ്നേഹവും കരുതലും കൂടുതലാണ്. നമ്മളെ കൂടെ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ നമ്മോട് സംസാരിക്കാനൊക്കെ ഇദ്ദേഹത്തിന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ എന്ത് തീരുമാനിച്ചെന്ന് വെച്ചാൽ നല്ല ജ്യൂസ് കിട്ടുന്ന സ്ഥലമാണ് ഈജിപ്ത്. ഈജിപ്തിലെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ചീപ്പ് ആൻഡ് ബെസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട്സാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, തൊട്ടടുത്ത് തന്നെയുള്ളൊരു ജ്യൂസ് ഷോപ്പിൽ പോയി നല്ല ടേസ്റ്റുള്ള ഒരു അനാർ ജ്യൂസാണ് നമ്മൾ അവിടുന്ന് കുടിച്ചത്. തൊണ്ടവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ റസീൻ തന്നെ ആദ്യം ജ്യൂസ് കുടിച്ചു. റൊമാൻ ജ്യൂസ് ഗ്രില്ലിന് ശേഷം. സമയം ഓൾറെഡി നല്ല ലേറ്റ് ആയിരുന്നു, കാരണം 1:30 മണി ഏർലി മോർണിംഗ് ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും നല്ല ടയേർഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇന്ന് ബാക്കി വീഡിയോസും കാര്യങ്ങളും ചെയ്യണം, നമുക്ക് പെട്ടെന്ന് തന്നെ റൂമിൽ പോയിട്ട് ഉറങ്ങാം. കാരണം ഇന്ന് രാവിലെ എണീച്ച ഉടനെ തന്നെ കുട്ടികളെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് എന്ത് ചെയ്തു, നമ്മൾ റൂമിലേക്ക് പോയി.